സർക്കാരുമായുള്ള തുറന്ന പോരിന് വഴിയൊരുക്കി കാരണം കാണിക്കലിന് ഡിജിപി ജേക്കബ് തോമസും മറുപടി നൽകി. പരസ്യ പ്രസ്താവനകളെ ചോദ്യം ചെയ്ത സർക്കാരിന്റെ നടപടി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ജേക്കബ് തോമസ് ചോദിക്കുന്നു. അതേസമയം കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുമ്പോൾ തെളിവ് വെക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ മറുപടി. ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സർക്കാരിന്റെ നോട്ടീസിനാണ് ഡിജിപി ജേക്കബ് തോമസ് മറുചോദ്യം ഉന്നയിച്ച് കത്ത് നൽകിയത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് എന്നാണ് ഡിജിപി ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്തത്? എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് വിശദീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ താനെടുത്ത ചില നടപടികൾ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും കത്തിൽ പറയുന്നു. എന്നാൽ തെളിവുകൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം സർക്കാരിനില്ലെന്നും മറുപടി പരിശോധിക്കുമ്പോൾ വിശദീകരിക്കാമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി മറുപടി നൽകി. ബാർക്കോഴ കേസിലെ പ്രതികരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ നോട്ടീസിനും ഡിജിപി ടി.പി. സെൻകുമാർ നൽകിയ നോട്ടീസിനും ജേക്കബ് തോമസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇതിന്റെ മറുപടി കൂടി ലഭിച്ച ശേഷമാകും ഡിജിപിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കാരണം കാണിക്കൽ നോട്ടീസിനെ ചോദ്യം ചെയ്ത് കത്തയച്ച നടപടി ഡിജിപി ജേക്കബ് തോമസും സർക്കാരും തമ്മിൽ തുറന്ന പോരിലേക്ക് പോവുകയാണെന്ന സൂചനയാണ് നൽകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. എന്നോടൊപ്പം സ്പെഷ്യൽ എഡിഷനിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് മുൻ ചീഫ് സെക്രട്ടറി എം വിജയൻ ഉണ്ണി തിരുവനന്തപുരത്ത്, CPM-ന്റെ MV ജയരാജൻ കണ്ണൂരിൽ, കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു തൃശൂരിൽ, മുൻ DIG കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ് കൊച്ചിയിൽ എന്നിവരാണ്. ശ്രീ എം വിജയൻ ഉണ്ണി, 2 ഷോക്കോസ് നോട്ടീസുകളാണ് ജേക്കബ് തോമസിന് കിട്ടിയത്. അതിന് അദ്ദേഹം ഇന്ന് ചില മറുചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് തന്നോട് കാരണം കാണിക്കൽ ആവശ്യപ്പെടുന്നത്? എന്താണ് താൻ ചെയ്ത തെറ്റ്? എന്തൊക്കെയാണ് തെളിവുകൾ? ജേക്കബ് തോമസ് ഉന്നയിച്ചിട്ടുള്ള ഈ മറുചോദ്യങ്ങൾ പ്രസക്തമാണോ, നിയമപരമാണോ, അത് അദ്ദേഹത്തിന്റെ അവകാശ പരിധിയിൽപ്പെട്ടതാണോ? ശ്രീ വിജയനുണ്ണി, കവർ ചെയ്യുന്നതാവണമെന്നില്ല, മറിച്ച് ഒറ്റക്കും തെറ്റക്കുമുള്ള ചില വിവരങ്ങളായിരിക്കാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം റിപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ പക്ഷേ ഗവൺമെന്റിൽ നിന്ന് അയച്ച നോട്ടീസോ അല്ലെങ്കിൽ അതിന് കൊടുത്ത മറുപടിയോ പൂർണ്ണമായിട്ട് കണ്ടിരിക്കാൻ ഇടയില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. പക്ഷേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കാരണം കാണിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് എന്തിനാണ് കാരണം കാണിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതായത് കണ്ടെത്തിയിട്ടുള്ള തെറ്റെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് മുഴുവനായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കേണ്ടത് ഒരു പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ്. അത് ഏത് നിയമ നടപടിയിലും അനിവാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ഒരു സ്വാഭാവിക നീതിയാണ്. അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ കോടതികളിൽ നടപടികൾ നടക്കുമ്പോൾ ഏത് കാര്യവും പ്രതിയുടെയും വാദിയുടെയും സാന്നിധ്യത്തിൽ വേണം പറയാൻ എന്നുള്ളത്, അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോപ്പി മറു പാർട്ടിക്കും കൊടുക്കണം. ശ്രീ വിജയനുണ്ണി, ഇവിടെ ഷോക്കോസ് നോട്ടീസ് നൽകിയപ്പോൾ അതിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 29, 30 തീയതികളിൽ ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്നും എന്തുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചു എന്നതിന് 15 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നതുമായിരുന്നു അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് നൽകിയ കത്തിന്റെ ഉള്ളടക്കം. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ അദ്ദേഹം നൽകിയതായി താങ്കൾ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറുപടി അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറി പറഞ്ഞത് തെളിവുകളും മറ്റു കാര്യങ്ങളുമെല്ലാം മറുപടി പരിശോധിച്ച ശേഷം വിശദീകരിക്കാം, ആ തെളിവുകൾ ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഇത് ശരിയായ രീതിയാണോ? ഇപ്പൊ പറഞ്ഞതിൽ തന്നെ വളരെ അത് വളരെ അവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ പ്രതിരോധത്തിലാക്കി, എന്തുകൊണ്ട് പ്രതിരോധത്തിലാക്കാനിടയാക്കിയ വസ്തുതകൾ എന്തൊക്കെയാണ്, അത് ജേക്കബ് തോമസ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പറഞ്ഞത് ഏത് രീതിയിലായതുകൊണ്ടാണ് സർക്കാരിന് പ്രതിരോധം എന്ന് പറയുന്നത് വളരെ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു വാക്കാണ്. ഏത് തരത്തിലാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്, ഇതൊക്കെ വ്യക്തമായിട്ട് പറയണം. എങ്കിൽ മാത്രമേ
കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട ആ വ്യക്തിക്ക് കാരണം കാണിക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് സംഗതി എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് ചോദിക്കാനുള്ള അവകാശം നോട്ടീസ് കിട്ടിയാവുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ നീതിന്യായ നടപടിക്രമത്തിൽ പോലും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു നടപടിക്രമമാണ്. അത് കുറേയൊക്കെയെങ്കിലും അതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഗവൺമെന്റിന്റെ നടപടികളിലും ഇത്തരം കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഈ ചോദിച്ചിരിക്കുന്ന കാര്യം വ്യക്തമല്ല. അതിന്റെ വിശദാംശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സർക്കാരിന്റെ രാഷ്ട്രീയ മേലാളന്മാരുടെ മന്ത്രിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യമനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകരമാകും വിധം ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കാൻ തയ്യാറാകാതിരിക്കുകയും അതിന്റെ പേരിൽ നടപടി ഏൽക്കേണ്ടി വരികയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ജേക്കബ് തോമസ് ആ തരത്തിലൊരു പരിവേഷം അല്ലെങ്കിൽ ആ തരത്തിലൊരു പ്രതിച്ഛായ ജേക്കബ് തോമസിന് ഈ സംഭവങ്ങളിലൂടെ കൈവന്നിട്ടുണ്ട്. അതിന് ഇടയാക്കും വിധം, അത് ശരിയാണെന്ന് സ്ഥാപിക്കും വിധം, അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നിക്കും വിധമല്ലേ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ടത്? അതിന് ഉദാഹരണമല്ലേ ശ്രീ വിജയൻ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ അവ്യക്തമായുള്ള ഈ വിശദീകരണം ചോദിക്കൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ? ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം വളരെ വിനയത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, അത് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മറ്റാരേക്കാൾ കൂടുതൽ ആധികാരികതയുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തിന് ഭരണകൂടത്തിന്റെ സ്ഥായീഭാവമായ നിലനിൽപ്പിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വമാണ്, ചുമതലയാണ് അധികാരത്തെക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടെന്ന് പറയുന്ന വസ്തുത. അപ്പോ ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് 5 വർഷക്കാലത്തേക്കാണ്. ആ കാലഘട്ടത്തിന്റെ നയസമീപനങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ആ ഗവൺമെന്റിനുണ്ട്. ആ നയസമീപനങ്ങൾക്ക് വ്യത്യസ്തമായി ഉദ്യോഗസ്ഥന്മാര് പെരുമാറുന്ന സാഹചര്യമുണ്ടായാൽ ആ പെരുമാറുന്നതിൽ നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അതുപോലെ സർക്കാരിന്റെ ബോധ്യത്തിൽ, ഞാൻ ആ ബോധ്യങ്ങളുടെ നിർവചനങ്ങളിലേക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ കടക്കാം. സർക്കാരിന്റെ ബോധ്യത്തിൽ ശ്രീ ജേക്കബ് തോമസിന്റെ പത്രങ്ങളോടുള്ള പ്രതികരണം ഗവൺമെന്റ് രൂപീകരിച്ച നയസമീപനങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഒരു വിശദീകരണം ചോദിക്കേണ്ടുന്നത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ ചോദിക്കുകയും വേണം. ചോദിക്കാതെ നടപടിയെടുത്ത് ശരി ശ്രീ സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ശ്രീ വിജയൻ ഉണ്ണി നൽകിയ മറുപടി കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എന്ന് അവ്യക്തമായി പറയാതെ സർക്കാരിനെ ഏത് തരത്തിൽ പ്രതിരോധത്തിലാക്കി എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത ഈ നോട്ടീസ് അയക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർക്കില്ലേ? 2, താങ്കൾ പറഞ്ഞു ശരിയാണ്, ഈ ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിനും അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കുമാണ് ഉദ്യോഗസ്ഥ തലത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് മേലുള്ള അല്ലെങ്കിൽ മേൽക്കൈയുള്ളത്. പക്ഷേ ഒരു മന്ത്രിക്ക് നേരെ അഴിമതി ആരോപണം ഉയർന്നു വരികയും അത് അന്വേഷിക്കാൻ വിജിലൻസ് പോലൊരു സംവിധാനത്തെ ഏർപ്പെടുത്തുകയും അതിൽ ചില കൃത്രിമം നടന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വരത്തക്ക രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ സ്വതന്ത്രമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തെ കൂച്ചുവിലങ്ങിടുന്നു എന്ന് തോന്നുന്ന തരത്തിൽ നടപടിയെടുക്കുമ്പോൾ അവിടെ എത്ര വലിയ പരമാധികാരം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വതന്ത്രമായ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ സർക്കാർ തടസ്സപ്പെടുത്തുകയാണ് എന്ന സംശയമുണ്ടാകും. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സംശയിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യാൻ ഞാൻ മുതിരുന്നില്ല. പക്ഷേ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സ്ഥിതിയിൽ ശ്രീ ജേക്കബ് തോമസ് ഒരു ഘട്ടത്തിലും ബാർക്കോഴ കേസിലെ മാണിയുടെ കേസന്വേഷണവുമായി ആധികാരികമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് പറഞ്ഞതാണ്. സബ്ജക്ട് ടു കറക്ഷൻ, തിരുത്താൻ ഞാൻ തയ്യാറാണ് ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെന്റിന്റെ വാദം എന്താണ്? ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് മാണിയുടെ പേരിൽ വന്നിട്ടുള്ള അന്വേഷണ സംഘത്തിൽ അന്വേഷണത്തിന്റെ ഒരു തലത്തിലും ബന്ധപ്പെടാത്ത ശ്രീ ജേക്കബ് തോമസ് അതിനെക്കുറിച്ച് ആധികാരികമായി ചില വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്ന രൂപത്തിൽ പ്രസ്താവിക്കുമ്പോൾ അതൊരു ഉദ്യോഗസ്ഥന് ചേർന്നതാണ്.
ബന്ധപ്പെട്ടാൽ പോലും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ശ്രീ സുരേഷ് ബാബു, വിജിലൻസ് ADGP ആയിരിക്കെ KM മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വിജിലൻസ് നടത്തിയിട്ടുള്ള ക്വിക്ക് വെരിഫിക്കേഷനിൽ അതിന് ആ നടപടിക്ക് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനാണ് ശ്രീ ജേക്കബ് തോമസ്. മേൽനോട്ടം വഹിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിൽ ഒരു തരത്തിലും ക്വിക്ക് വെരിഫിക്കേഷൻ വിജിലൻസിനെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പ്രിലിമിനറി എൻക്വയറി ആയിരുന്നു. ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ആക്ഷേപം കിട്ടിയാൽ, പരാതി കിട്ടിയാൽ സാധാരണ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ FIR രജിസ്റ്റർ ചെയ്യുന്ന രീതിയല്ല വിജിലൻസിനുള്ളത്. വിജിലൻസ് പ്രിലിമിനറി എൻക്വയറിയിൽ അന്വേഷണം നടത്തി ആ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിജിലൻസ് ഡയറക്ടറുടെ അടുത്ത് പോയി, ഗവൺമെന്റിൽ പോയി, അതിനകത്തുള്ള വിശ്വാസ്യത ബോധ്യപ്പെട്ടതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യാൻ ഡയറക്ടറേറ്റിൽ നിന്നും അനുമതി കിട്ടിയതിനു ശേഷം നടത്തുന്നതാണ് അന്വേഷണം. അതുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷനിൽ ഇടപെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷന് മേൽനോട്ടം വഹിച്ചു എന്ന് പറയുന്നത് ഒരു പരാതിയെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തതായോ മേൽനോട്ടം വഹിച്ചതുമായോ യാതൊരു തരത്തിലുമുള്ള നിയമപരമായ ബന്ധമില്ലാത്തതാണ്. അതാണ് അതിനുള്ള വ്യത്യാസം. ഗവൺമെന്റിന്റെ വ്യാഖ്യാനവും അതാണ്. അതൊരു വശത്ത് നിൽക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഉള്ള വസ്തുതകളെല്ലാം തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പറയാൻ ചുമതലപ്പെടാത്ത അവസ്ഥയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനകത്ത് ഉള്ള രാഷ്ട്രീയത്തെ കാണാൻ, അതിനകത്തുള്ള സുതാര്യമല്ലാത്ത ഉദ്ദേശത്തെ കാണാൻ കഴിവുള്ളവർ തന്നെയാണല്ലോ ഗവൺമെന്റിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഇരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ പൂർണ്ണമായും ഇങ്ങനെ ഗവൺമെന്റിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പ്രതലത്തിൽ എല്ലാ കാലവും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അതിനെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടുന്ന നടപടികളിലൂടെ, രീതിയിലൂടെ, നിയമപരമായ രീതിയിൽ. സുരേഷ് ബാബു, താങ്കൾ ഒരു കാര്യത്തിൽ കൂടി വ്യക്തത തരണം. സുതാര്യമല്ലാത്ത ഉദ്ദേശങ്ങൾ എന്ന് താങ്കൾ പറഞ്ഞു. സർക്കാരിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഉദ്ദേശങ്ങൾ എന്ന് പറയാതെ സുതാര്യമല്ലാത്ത ഉദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റു ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി അദ്ദേഹം ഇത് പറയുന്നു എന്നെല്ലാം നിങ്ങൾ സംശയിക്കുന്നു എന്നല്ലേ? അല്ല, അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിന് ഞാൻ തയ്യാറില്ല. ഗോപികൃഷ്ണന് എന്റെ പരാമർശത്തിൽ എന്തൊക്കെ വായിച്ചെടുക്കാൻ കഴിയുമോ അതെല്ലാം വായിച്ചെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരുന്നു. അതിനേക്കാൾ കൂടുതൽ ശ്രീ MV ജയരാജന് ഇതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MV ജയരാജൻ, സർക്കാരിന്റെ താല്പര്യത്തിന് വഴങ്ങാത്ത, അതിനോട് സന്ധി ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയായി ജേക്കബ് തോമസ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുള്ള ഈ ഷോക്കോസ് നോട്ടീസുകളെ കാണുന്നുണ്ടോ താങ്കൾ? എന്തുകൊണ്ടാണ് ജേക്കബ് തോമസ് ഈ തരത്തിൽ അദ്ദേഹം ഒരു തുറന്ന പോരിലേക്ക്, സർക്കാരുമായി ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുന്നത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കാര്യം, ജേക്കബ് തോമസിന് നോട്ടീസ് കൊടുക്കാൻ ഇടയായ പ്രശ്നമെന്താണ്? ജേക്കബ് തോമസ് നേരത്തെ വിജിലൻസ് അഡീഷണൽ ഡയറക്ടറായിരുന്നു, വിജിലൻസിൻ്റെ മേധാവിയായിരുന്നു. ആ ഘട്ടത്തിൽ ബാർ കോഴ കേസിൻ്റെ പ്രാഥമിക അന്വേഷണം അദ്ദേഹത്തെ അടക്കം പങ്കെടുത്തുകൊണ്ടാണ്. അതാണ് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ക്വിക്ക് വെരിഫിക്കേഷൻ സമയത്ത് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ FIR രജിസ്റ്റർ ചെയ്യണം. ഗവൺമെൻറ് ഉദ്ദേശിച്ചത് FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, ക്വിക്ക് വെരിഫിക്കേഷൻ സമയത്ത് തന്നെ കേസ് ഒഴിവാകണം എന്ന് മാണിയെ കുറ്റവിമുക്തനാക്കി ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് നാണം കെട്ടതുപോലെ ഒരവസ്ഥ അന്നത്തെ സാഹചര്യത്തിൽ സൃഷ്ടിക്കാൻ ഗവൺമെൻറ് നോക്കി. പക്ഷേ ജേക്കബ് തോമസ് അതിനോട് യോജിച്ചില്ല. അന്ന് നടന്ന യോഗങ്ങളിൽ, ഉന്നതതല ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അത് FIR രജിസ്റ്റർ ചെയ്യുന്നിടയ്ക്ക് എത്തി. യഥാർത്ഥത്തിൽ ജേക്കബ് തോമസ് ഒരേയാവുകയാണ്. ഫയർഫോഴ്സ് മേധാവിയായി അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ചട്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു. 77 ഫ്ലാറ്റ് നിർമ്മാണത്തിലെ ചട്ടവിരുദ്ധ കാര്യങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇഷ്ടപ്പെട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ട ചില ഫ്ലാറ്റുകൾക്ക് അനുമതി കൊടുത്തില്ല. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി.
ഒരു ഉദ്യോഗസ്ഥരെ 2 വർഷത്തിനിടയിൽ 5 തവണ വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയാണ്. ഇങ്ങനെ ഇരയായ ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി ചെയ്ത കാര്യം മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ പറയുമല്ലോ. വിജിലൻസ് കോടതി വിധി വന്നു, സർക്കാരിൻ്റെ റിപ്പോർട്ട് തള്ളി, വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിൻസെൻ്റ് എൻ പോൾ രാജിവെച്ചു. ആ സമയത്ത് ജേക്കബ് തോമസിൻ്റെ അടുത്ത് മാധ്യമ സുഹൃത്തുക്കൾ പോയി ചോദിച്ചാൽ കോടതി വിധി സ്വാഗതാർഹമാണ്. കോടതി വിധി യഥാർത്ഥത്തിൽ സത്യം തെളിയുന്നു എന്ന സൂചനയാണ്. ഇത് പറയുന്നതിൽ എന്താ ഒരു അനർത്ഥം? ഇത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേഗമായി ഒരു വിശദീകരണ നോട്ടീസ് കൊടുക്കുകയാണ്. ഇതേ ജിജി തോംസൺ ആ ദേശീയ ഗെയിംസ് അഴിമതി പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അന്ന് മാധ്യമ സുഹൃത്തുക്കളെ കണ്ടതല്ലേ? അദ്ദേഹം അച്ചടക്കം ലംഘിച്ചില്ലേ? അദ്ദേഹത്തിൻ്റെ അച്ചടക്ക ലംഘനം എത്രത്തോളമുണ്ട്? അപ്പോൾ ഉദ്യോഗസ്ഥ മേധാവികൾ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഇടപെട്ടയാൾ, അതിൽ നിലപാട് സ്വീകരിച്ചയാൾ വരുന്ന സമയത്ത് ചില പ്രതികരണങ്ങൾ നടത്തും. അതൊരിക്കലും സർക്കാരിനെതിരായിട്ടുള്ളതല്ല, സത്യം പറഞ്ഞു. തന്നെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് എന്തിനാണ് മാറ്റിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് കെട്ടിടങ്ങൾക്ക്, ഫ്ലാറ്റുകൾക്ക് അനുമതി കൊടുക്കണം, ഇല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. ഈ കാര്യം തുറന്നു പറഞ്ഞു. ഇതാണ് സത്യം. അപ്പോൾ വസ്തുതയാണ് നാം കണ്ടെത്തേണ്ടത്. അത് ജിജി തോംസന് മനസ്സിലായി. അതുകൊണ്ടുകൂടിയാണ് സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു വേഗമായ നോട്ടീസ് കൊടുത്തത്. അദ്ദേഹത്തിന് തന്നെ പല്ലിൽ കുത്തി നാറ്റിക്കും പോലെ അദ്ദേഹം പണ്ട് ചെയ്ത ആ പ്രതികരണങ്ങൾ ഉണ്ടല്ലോ, ആ പ്രതികരണങ്ങൾ മറ്റുള്ളവർക്ക് നടത്താൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് എങ്ങനെയാ പറയാൻ കഴിയുക? അപ്പോ ജേക്കബ് തോമസിനെ വേട്ടയാടുകയാണ്. ഞാൻ താങ്കൾ ശ്രീ കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ്, ഇവിടെ ജേക്കബ് തോമസ് അച്ചടക്ക ലംഘനം നടത്തി, അദ്ദേഹം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അതുകൊണ്ട് അദ്ദേഹം കാരണങ്ങൾ വിശദീകരിക്കണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ഇവിടെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP, ചീഫ് സെക്രട്ടറി, ഭരണതലത്തിലെ പ്രമുഖർ, ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതർ, ഇവരെല്ലാം ഒരുപോലെ ജേക്കബ് തോമസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ന്യായം ജേക്കബ് തോമസിന്റെ ഭാഗത്ത് അവശേഷിക്കുന്നുണ്ടോ? അദ്ദേഹം അന്ന് മാധ്യമങ്ങളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടായിരുന്നു. താങ്കൾ ആ ദൃശ്യങ്ങൾ ഓർക്കുന്നുണ്ടാകും. പറ്റുവാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണിച്ചും തരാം. ആ ഇൻസുലേഷൻ ടാപ്പ് ഈ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഞാനിത് വായിൽ ഒട്ടിച്ചു വരേണ്ടിയിരുന്നു എന്ന് ചോദിച്ചത്. ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സുതാര്യമല്ലാത്ത ഉദ്ദേശങ്ങൾ ഒരു ഉദ്യോഗസ്ഥനിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണോ? എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ അവസാന ഭാഗം ചോദ്യം കേൾക്കാൻ ഇടയായിട്ടില്ല. എന്നാലും ആദ്യം നടന്ന ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രതികരണവും പ്രതിച്ഛായയും പ്രതിരോധവും. പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ വിട്ടു എന്നുള്ള രീതിയിലുള്ളതാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. മിസ്റ്റർ സുരേഷ് ബാബു പറഞ്ഞത് അദ്ദേഹം ഒരു കാലഘട്ടത്തിലും ജേക്കബ് തോമസ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ക്രിമിനൽ നടപടിക്രമം CRPCയിൽ സെക്ഷൻ 36 അനുസരിച്ച് ഒരു മേലുദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ സംബന്ധമായിട്ടുള്ള കേസുകളെക്കുറിച്ച് സ്വന്തമായിട്ട് ജൂറിസ്ഡിക്ഷൻ ഏറ്റെടുത്ത് നടത്താനുള്ള അധികാരമുണ്ട്. സബ് ഇൻസ്പെക്ടറുടെ മുകളിൽ സർക്കിൾ ഇൻസ്പെക്ടറും ആ ഹെറാർക്കി അനുസരിച്ച് പോലീസിലുള്ള ജൂറിസ്ഡിക്ഷനും അധികാരവും വ്യാപിച്ചു കിടക്കുന്നതാണ്. അപ്പം മിസ്റ്റർ ജേക്കബ് തോമസിന് അധികാരമുണ്ട്, ജേക്കബ് തോമസ് യാതൊരു കാരണവശാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള സമീപനം നിയമപരമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, ഈ അദ്ദേഹം ഗവൺമെൻറ്റിനെ അതിൻ്റെ പ്രതിരോധത്തിലെത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരത്തക്ക രീതിയിൽ പെരുമാറി എന്നുള്ളതിന് പ്രൈമ ഫേസ് എന്തൊക്കെയാണ് ഗവൺമെൻറ് അടിസ്ഥാന രേഖയായിട്ട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു
പ്രൈമ ഫേസ് കേസുണ്ട് എന്ന് കാണിക്കാനുള്ള സാമാന്യ നീതി അനുസരിച്ചുള്ള വിശദീകരണം ആ ചാർജിനകത്ത് കൊടുക്കണം. ഞാൻ ചാർജ് കണ്ടിട്ടില്ല, ഇവിടെ ചാർജ് ഡിസ്കഷനിൽ വന്നിട്ടില്ല. സർക്കാരിനെ പ്രതിരോധത്തിൽ എത്തിച്ചു എന്ന് മാത്രമേ ഇദ്ദേഹം ചീഫ് സെക്രട്ടറി പറഞ്ഞതായിട്ട് പറയുന്നുള്ളൂ. മുൻ ചീഫ് സെക്രട്ടറി പറഞ്ഞ വിജയനുണ്ണി അദ്ദേഹം പറഞ്ഞ അതേ അഭിപ്രായത്തോട് തന്നെയാണ് എനിക്കും യോജിക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രൈമ ഫേസ് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് തോന്നിയാൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള ഏതെല്ലാം സർക്കംഷൻസ് അത് ഞങ്ങൾ പിന്നീട് തന്നോളാം എന്ന് പറയുമ്പം ആ തന്നതിന് ശേഷം മറുപടി തരാം എന്ന് പറയാനുള്ള അവകാശം മിസ്റ്റർ ജേക്കബ് തോമസിനുണ്ട്. ജേക്കബ് തോമസ് ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിൽ എത്തിച്ചത് ഏത് അടിസ്ഥാനത്തിലാണെന്നുള്ള പ്രാഥമികമായ തെളിവുകൾ അദ്ദേഹത്തിന് സമാധാനം കൊടുക്കുന്നതിന് അത് ഫണ്ടമെൻ്റലായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിളാണ്. നിന്നോട് സമാധാനം ചോദിക്കുന്നു, താങ്കൾ അതിന് മറുപടി തരണം. ഇന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗോവിന്ദനുണ്ണി മിസ്റ്റർ നമ്മുടെ ചാനൽ വക്താവ് ചോദിച്ച രീതിയിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്, നിശ്ചയമായിട്ടും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ആകെ ഉള്ളത്. അദ്ദേഹം ഈ ടേപ്പ് എടുത്ത് കാണിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഭംഗ്യന്തരേണ അവ്യക്തമായി അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് വരികൾക്കിടയിൽ കൂടി വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് ജേക്കബ് തോമസ് ഇവിടെ ചെയ്തിരിക്കുന്ന. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു തരാം. ശ്രീ വിജയനുണ്ണി, നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, സിവിൽ സർവൻസ്, ഒരുപക്ഷെ അവർക്ക് രാഷ്ട്രീയ മേലാളന്മാരിൽ നിന്ന് അവരുടെ സർവീസ് കാലത്ത് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവർ നിയന്ത്രിക്കപ്പെട്ടിരുന്ന സാഹചര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഉള്ളറകൾ, ഇതിൻ്റെയൊക്കെ വസ്തുതകൾ നമ്മൾ അറിയുന്നത് അവരുടെ സർവീസ് സ്റ്റോറി, അവർ റിട്ടയർമെൻറ്റിന് ശേഷം സർവീസ് സ്റ്റോറികൾ എഴുതുമ്പോഴാണ്. ഇവിടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജേക്കബ് തോമസ് ഇനിയെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയണം എന്ന തലക്കെട്ടോടെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതിലൊന്ന്, ജേക്കബ് തോമസ് അദ്ദേഹത്തിനെ അഗ്നിശമന സേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അതിന് കാരണമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ജേക്കബ് തോമസ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കാര്യത്തിൽ ജനങ്ങളെ സത്യം അറിയിക്കുന്നതിനായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ചീഫ് സെക്രട്ടറിയോട് അനുവാദം ചോദിച്ചുകൊണ്ട് ജേക്കബ് തോമസ് ഒരു കത്ത് എഴുതിയിരുന്നുവെന്നും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം നിഷേധിച്ചു എന്നുള്ളതുമാണ്. ഇത് എത്രത്തോളം വസ്തുതമാണ്, ഇതിനെന്തെങ്കിലും അടിസ്ഥാന തെളിവുകളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുകയും അദ്ദേഹത്തിനെതിരായി ചില നുണപ്രചരണങ്ങൾ നടത്തുകയും എന്നാൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജേക്കബ് തോമസ് അത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയാൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? അതല്ലാതെ മറ്റെന്തെല്ലാം സാധ്യതകളാണ് അത്തരം ഒരു ഉദ്യോഗസ്ഥന് നിലവിലെ സാഹചര്യത്തിൽ മുന്നിലുള്ളത്? ചട്ടമല്ല, ഗവൺമെന്റിന്റെ പ്രെറോഗറ്റീവാണ്, ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനമാണ് എന്നും പറയുന്നുണ്ട്. അതിനൊക്കെയുള്ള ഈ നടപടി എടുക്കാൻ ശ്രമിക്കുന്നവരുടെ മനസ്സിലുള്ള അവ്യക്തതയാണ് ഇതെല്ലാം കാണിക്കുന്നത്. എനിക്കിവിടെ പറയാനുള്ളത്, ഒന്ന്, ചട്ടമാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നതെങ്കിൽ, അഖിലേന്ത്യാ സർവീസ് ചട്ടം ആണ് ഉദ്ധരിക്കുന്നതെങ്കിൽ, അതേ ഉള്ളൂ ചട്ടം. എന്താണ് ചട്ടം അനുസരിച്ച് പറയുന്നത്? ഉദ്യോഗസ്ഥന്മാർ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നതോ അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും ആരെങ്കിലും കാണുന്ന സമയത്ത് അവർ അന്വേഷിക്കുന്ന വിവരങ്ങൾ കൊടുക്കുന്നതോ ഒന്നും തെറ്റാണെന്ന് ചട്ടത്തിൽ പറയുന്നില്ല. അപ്പൊ ഈ ചട്ടം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടില്ല എന്നർത്ഥം. ചട്ടം പ്രയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം ശ്രീ ഗോപികൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജേക്കബ് തോമസ് ഫോർമലായിട്ട് അനുവാദത്തിന് വേണ്ടി എഴുതിയിട്ട് അതിന് അനുവാദം കൊടുക്കാതെ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ സ്വയം ഡിഫൻസിനുള്ള അവസരം കൊടുക്കാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം പത്രത്തിൽ പരിഹരിക്കും. അവിടെ എനിക്ക് വേറൊരു കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു മുഖ്യമന്ത്രി തന്നെ
പത്രസമ്മേളനത്തിൽ വെച്ച് ഒരു ഉദ്യോഗസ്ഥ ഒരു വ്യക്തിയെ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ജനവിരുദ്ധരാണെന്ന് പോലും വിളിച്ചു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് അതിനെ മറുപടിയായിട്ട് ഒരു വാക്ക് പോലും പറയാൻ അവകാശമില്ലെന്നും ഇത് ഏകപക്ഷീയമായിട്ടാണ് ഈ അവകാശങ്ങൾ അധികാരങ്ങളെന്നും മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് പരസ്യമായിട്ട് വിളിച്ചു പറയാൻ ആക്ഷേപിക്കാമെന്നും അതിന് ശരവിനായിട്ടുള്ള വ്യക്തിക്ക് ഒരു വാക്ക് പോലും മറുപടി പറയാൻ പാടില്ല എന്നും ഒരു ചട്ടത്തിലും പറയുന്നില്ല. ഇതൊക്കെ ചട്ടത്തിൽ തെറ്റായിട്ടുള്ള ഉദ്ധരിക്കലാണ്. ഒന്ന്, ഈ അവിടെ ഇരിക്കുന്ന സമയത്ത് മാറ്റിയതിന്റെ കാരണം എന്നതാണ് എന്നും ആനുഷംഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചട്ടവിരുദ്ധതയുമില്ല, ഒരു ചട്ടലംഘനവും ഇതിനകത്തില്ല. സ്വന്തം ഡിഫൻസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ 10 കൊല്ലം കഴിഞ്ഞ് സർവീസ് സ്റ്റോറിയിലേക്ക് ഒരു കാര്യവുമില്ല. ഇവിടെ സർവീസിലിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്ന സമയത്ത് അപ്പോൾ സത്യാവസ്ഥ തന്റെ ഭാഗം പറയാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് സാമാന്യ നീതി മാത്രമാണ്. അത് ചെയ്തതിന് നോട്ടീസ് കൊടുക്കുന്നതൊന്നും കാര്യമില്ലെന്നർത്ഥം. അത് ചട്ടത്തിലത് പറയുന്നില്ലെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റിനെ വിമർശിക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് ചട്ടങ്ങളിൽ പറയുന്നത്? ഗവൺമെന്റിന്റെ നയങ്ങളെയും പരിപാടികളെയും വിമർശിക്കരുത് എന്ന് മാത്രമേ ചട്ടത്തിൽ പറയുന്നുള്ളൂ. ഗവൺമെന്റിലെ ഏതെങ്കിലും വ്യക്തികളെ വിമർശിക്കരുതെന്ന് പറയുന്നില്ല. ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കരുതെന്ന് പറയുന്നില്ല. നയങ്ങളും പരിപാടികളും മാത്രമാണ്. ഇവിടെ അഴിമതി എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമാണോ? ക്രമക്കേടുകൾ ചെയ്യുക എന്നുള്ളത് മന്ത്രിമാർക്കുള്ള നയവും പരിപാടിയുമാണോ? അല്ലല്ലോ. അതെവിടെയെങ്കിലും വെച്ച് ചൂണ്ടിക്കാൻ ചിലപ്പോൾ കോടതിയിലുള്ള കേസുകളാണിത്. കോടതിയിൽ പരിശോധിക്കപ്പെടുന്ന കേസുകളാണ്, വ്യക്തമായിട്ടുള്ള അഴിമതി കേസുകളാണ്. അത് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഗവൺമെന്റ് നയത്തെയും പരിപാടിയും വിമർശിക്കലാവുന്നത്? അതായത് ശ്രീ വിജയൻ ഉണ്ണി, താങ്കൾ പറയുന്നത് മാണിക്കെതിരായ ബാർകോഴ കേസിൽ വിജിലൻസ് കോടതിയുടെ വിധിയെ പരസ്യമായി സ്വാഗതം ചെയ്തത് ഒരു തരത്തിലും ചട്ടങ്ങൾ അനുസരിച്ച് നടപടി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു തെറ്റല്ല. ഒരു ചട്ടവിരുദ്ധതയും അതിനകത്ത് ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, എന്താണ് ഗവൺമെന്റിന്റെ കാരണം കാണിക്കാനുള്ള നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം ചോദിക്കാൻ ഇടയായത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ പത്രങ്ങളിലും മറ്റും വരുന്നതല്ലാതെ ശരിക്കുള്ള തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നയത്തെയോ പരിപാടികളെയോ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. മറിച്ച് തെറ്റ് ചെയ്തിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടാവും എന്ന് മാത്രം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുരേഷ് ബാബു, താങ്കൾ ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ മേധാവിത്വം അംഗീകരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ ഈ സംവിധാനത്തിന് കീഴിൽ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ബാധിക്കുന്ന, അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ കൂടി മാനിക്കപ്പെടേണ്ടതാണ്. അത് ഉണ്ടായില്ല എന്നതാണ് ശ്രീ വിജയൻ ഉണ്ണി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. അതിനെക്കുറിച്ച് അതിലൊരു തെറ്റുമില്ലല്ലോ. അതിലെന്താ ഒരു തെറ്റ്? ശ്രീ ജേക്കബ് തോമസിന് അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള അധികാരാവകാശങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത്തരമൊരു അധികാരാവകാശങ്ങൾ ഇല്ല അദ്ദേഹത്തിന് എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗം ജനങ്ങൾ, ജനാധിപത്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ, അത് ഡിജിപി ഉണ്ട്, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. അവർക്കത് തോന്നുന്നത് ശ്രീ വിജയൻ ഉണ്ണി സാറിന് തോന്നിയതുപോലെയല്ല, ശ്രീ മൊയ്തീൻ കുഞ്ഞിക്കുട്ടിക്ക് തോന്നിയതുപോലെയല്ല. അത് തോന്നിയത് ഇത് ഗവൺമെന്റിന്റെ നയസമീപനങ്ങളോടുള്ള വിയോജിപ്പ് പരസ്യമായി ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല എന്ന് അവർക്കും തോന്നുന്നു. അവരതനുസരിച്ചിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു. അത് ശരിയാണെന്ന് തോന്നുന്ന ഡോക്ടർ ജേക്കബ് തോമസ് അതിനെ നിയമപരമായി തന്നെ നേരിടണം. അത്രയല്ലേ ഉള്ളൂ. അത് സ്വാഭാവികമായും അദ്ദേഹം സുപ്രീം കോടതി വിധികൾ എല്ലാം പഠിച്ച് അതിന് വേണ്ട രീതിയിൽ മറുപടി കൊടുക്കാൻ തയ്യാറെടുക്കുന്നു എന്നെല്ലാമാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതവിടെ നിൽക്കട്ടെ. ശ്രീ സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞതുപോലെ തോന്നിയതുപോലെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക എന്നുള്ളതാണോ ഇതിനകത്തുള്ള രീതി? അങ്ങനെ തോന്നിയതുപോലെ, അങ്ങനെ തോന്നി എന്നതുകൊണ്ട് ഇങ്ങനെ അയക്കാമെന്നുള്ളതാണോ? അതിന് ചില ചട്ടങ്ങളുണ്ട്, അതിന് ചില അടിസ്ഥാനപരമായ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, മാന്യതയുണ്ട്. ഗോപീഷൻ, പ്രൊറോഗേറ്റീവാണ് ഒരു ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു പ്രൊറോഗേറ്റീവാണ്. അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത്
അതൊരു നിയമത്തിലും ഇന്ന രൂപത്തിലാണ് ഷോക്കോസ് നോട്ടീസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാനാണ് ഒരു ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ, കാരണം കാണിക്കൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ പരാമർശിക്കാം, എന്തൊക്കെ പരാമർശിക്കേണ്ടതില്ല, എന്തൊക്കെ ലേറ്റന്റ് ആയി വെക്കാം, എന്തൊക്കെ പേറ്റന്റ് ആയി വെക്കാം തുടങ്ങിയവ എന്റെ പ്രൊറോഗേറ്റീവാണ്. അതിനകത്ത് നിയമപരമായ ലാക്കുനയുണ്ടെങ്കിൽ മറുപടിയിലൂടെ ഷോക്കോസ് നോട്ടീസ് കിട്ടുന്ന ആൾക്ക് അതിനെ ചോദ്യം ചെയ്യാം. എന്റെ ഷോക്കോസ് നോട്ടീസ്, ഞാൻ ഇഷ്യൂ ചെയ്ത ഷോക്കോസ് നോട്ടീസിൽ ഇന്നതെല്ലാം അടങ്ങിയിരിക്കണം എന്ന് നിർക്കർഷിക്കുന്ന ഒരു ചട്ടവും ഇന്ന് നിലവിലില്ല. ഇനി ഈ താങ്കൾ ഇത്രയും പറഞ്ഞു ശ്രദ്ധിക്കുക, ഈ രണ്ട് കാര്യങ്ങളിലാണല്ലോ അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് നൽകിയത്. ഒന്ന്, അഗ്നിശമന സേനാ മേധാവി സ്ഥാനത്ത് അദ്ദേഹത്തെ നീക്കം ചെയ്തപ്പോൾ ആ നടപടി, ആ വിവാദത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു സർക്കാർ തരം താഴ്ത്തി. സുരക്ഷാ മാനദണ്ഡമോ ചട്ടമോ പാലിക്കാത്ത 77 ഫ്ളാറ്റുകൾക്ക് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഫ്ളാറ്റ് ഉടമകളുമായി യോഗം ചേർന്നു, അവരുടെ യോഗം വിളിച്ചു. അതിനുശേഷം തനിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ജേക്കബ് തോമസ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ കൃത്യനിർവഹണം നടത്താൻ സാധിച്ചില്ല, അതിൽ ബുദ്ധിമുട്ടുണ്ടായി, അതിൽ ചില ഇടപെടലുകൾ ഉണ്ടായി. അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ഇലക്ഷൻ കാലത്ത് നിങ്ങളുടെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ എം മാണിക്കെതിരെ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കോടതി പരാമർശം ഉണ്ടായപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അതിനെ സ്വാഗതം ചെയ്തു. ഇതിനെയാണ് നിങ്ങൾ സർക്കാരിന്റെ നയനിലപാടുകൾക്കെതിരായി ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു എന്നതിന് കാരണമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ശ്രീ ഗോപികൃഷ്ണൻ, താങ്കൾ ഈ പറഞ്ഞത് മുഴുവൻ അത്രയൊന്നും വേണ്ട. ഞങ്ങൾ എടുത്ത നിലപാടിനെ സാധൂകരിക്കാൻ ഇത്രയൊന്നും വേണ്ട, ഇതിനേക്കാൾ കുറച്ചുണ്ടായാൽ മതി. ഈ മന്ത്രിക്കെതിരായി പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ എത്രയായി ഗോപികൃഷ്ണൻ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര തെരഞ്ഞെടുപ്പുകളും എത്ര പ്രതിസന്ധികളും അതിനുശേഷം കഴിഞ്ഞു. അത് ഏതെങ്കിലും കേരളീയ പൊതുസമൂഹം അത് അംഗീകരിച്ചോ? നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇപ്പോഴൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതൊന്നും ഓർമ്മയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്ത് ഇരിക്കുന്ന ആളുകളും കഞ്ഞിവെള്ളം കുടിക്കുന്നവരൊക്കെ തന്നെയല്ലേ ഇടവേള എടുക്കേണ്ടതിന് താങ്കളുടെ എം വി ജയരാജൻ. അതിനു മുൻപ് താങ്കളോട് ഒരു കാര്യം, ഞാൻ നേരത്തെ ശ്രീ വിജയൻ ഉണ്ണിയോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അതിൽ അദ്ദേഹം പറയുന്നത് പാറ്റൂർ കേസിൽ സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയ ജേക്കബ് തോമസ് ആ നാൾ മുതൽ തുടങ്ങിയതല്ലേ ഉമ്മൻചാണ്ടിക്ക് താങ്കളോട് തീർത്താൽ തീരാത്ത കലി? താങ്കൾ നൽകിയ രണ്ടാമത്തെ വിശദ റിപ്പോർട്ട് ഇപ്പോഴും ലോകായുക്ത പൂഴ്ത്തിവെച്ചിരിക്കുകയല്ലേ? ഇതേക്കുറിച്ച് താങ്കളോട് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് ലോകായുക്ത പറഞ്ഞിട്ടില്ലേ എന്ന ഒരു ഭാഗം കൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും ശ്രീ എം വി ജയരാജൻ പ്രതിപക്ഷത്തിരുന്ന താങ്കൾ അന്വേഷിച്ചിരുന്നു? പാറ്റൂർ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കടക്കമുള്ള പങ്ക് സുവ്യക്തമായി നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അഴിമതിയാണ് അതിനടിസ്ഥാനം. അത് പുറത്തു കൊണ്ടുവരിക എന്നതാണ് ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ ചെയ്തത്. അത് വിജിലൻസ് കോഡ് അത് പാറ്റൂർ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ പാടില്ലെന്ന് കൂടി പറയുകയും ചെയ്തു. ഇവിടെയാണ് തൻ്റെ വായ മൂടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തിൽ സത്യം തുറന്നു പറയാൻ ഒരുപാട് പരിമിതിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഇവിടെ സുരേഷ് ബാബു സംസാരിക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവുമാണ് പറയുന്നത്. അതും ശരി ഇതും ശരി. എന്താണ് ഇതിൻ്റെ ശരിയായ കാര്യം? ഇവിടെ ജേക്കബ് തോമസ് എന്ത് തെറ്റ് ചെയ്തു? ഒരു വിശദീകരണ നോട്ടീസ് കൊടുക്കാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തു? തോന്നിയപടി പ്രവർത്തിക്കേണ്ടവരാണോ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP? അല്ല, തോന്നിയപടി പറയേണ്ടവരല്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളമായിരുന്നില്ലേ പറഞ്ഞത്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് സ്ഥലം മാറ്റിയത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താ വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി? ആ മറുപടിയിൽ നിന്ന് വ്യക്തമായത് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞു എന്നല്ലേ. ശ്രീ ജേക്കബ് തോമസ് ഇന്ന് നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച ചട്ടം, ഇതിനു മുമ്പ് അവിടെ പല കാര്യങ്ങളിലും നടക്കാതെ അഴിമതി നടത്തി അഗ്നിശമന സേനാ വിഭാഗത്തിലെ ഒന്ന് അഗ്നിശുദ്ധി വരുത്താൻ നോക്കി. അതല്ലേ ഏക അപരാധം? അഴിമതി നടത്തുന്നതാണോ നയപരമായ തീരുമാനം? ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടുന്നത് എങ്ങനെയാണ്? അഴിമതി നടത്താൻ അദ്ദേഹം കൂട്ടുനിൽക്കുന്നില്ലെങ്കിൽ വേട്ടയാടുക.
റൈറ്റ്. ശ്രീ കുഞ്ഞുമൊയ്തീൻ കുട്ടി, ഇവിടെ പാറ്റൂർ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് നേരെ സർക്കാർ സ്വീകരിക്കുന്ന ഒരു പ്രതികാര നടപടിയായി ഇത്തരം നീക്കങ്ങളെ കാണേണ്ടതുണ്ടോ? ഫ്ളാറ്റ് ലോബിക്കെതിരെ നടപടിയെടുക്കുകയും അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് തന്നെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിന്റെ തുടർച്ചയാണോ? ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥന് മുൻപിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലാണ് ഇപ്പോൾ ജേക്കബ് തോമസ് സ്വീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണ നടപടികൾ ഏത് തരത്തിലുള്ള ഫലമാണ് ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത്? എന്ത് വിധിയാണ് അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത്? ഈ ലാസ്റ്റ് ഭാഗം കേട്ടില്ല. ലാസ്റ്റ് ഭാഗമുള്ള ഇതിന്റെ സാങ്കേതിക തകരാറായിരിക്കും. അതെ അതെ ആയിരിക്കാം. അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ കാത്തിരിക്കുന്ന വിധി എന്താണ്? വിധിയെക്കുറിച്ച് ഏതായാലും അദ്ദേഹത്തിന് ടച്ച് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ എന്താണെന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നിയമപ്രകാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചട്ടപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതീതമായി നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് കാണിക്കാനുള്ള യാതൊരു തെളിവും യാതൊരു കുറ്റച്ചാർജ് കിട്ടിയാലേ പറയാൻ ഒക്കുള്ളൂ. ഇപ്പോൾ പ്രൈമ ഫേസ് കേസുണ്ടോ എന്ന് നോക്കുകയാണ്. ആ പ്രൈമ ഫേസ് കേസിനകത്ത് അടിസ്ഥാനമായിട്ട് എന്തെല്ലാം രേഖകളാണ് അദ്ദേഹത്തിനെതിരായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് കിട്ടിയതിന് ശേഷമേ നമുക്ക് വിധി എങ്ങനെ വരുമെന്നുള്ളത് പറയാൻ ഒക്കുകയുള്ളൂ. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവർ അക്കമിട്ട് എണ്ണി പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇത്രാം തീയതി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അത് അടിസ്ഥാനരഹിതമാണ്, അങ്ങനെ പാറ്റൂർ അഴിമതി കേസ് നടന്നിട്ടില്ല, സത്യസന്ധമായിട്ടാണ് അവിടെ ഫ്ലാറ്റുകൾ കൊടുത്തത്, ഫയർഫോഴ്സിൻ്റെ ഡയറക്ഷൻസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങൾക്കെതിരായിട്ട് ചാർജ് ഫ്രെയിം ചെയ്യേണ്ടതാണ്, നിങ്ങളത് നിഷേധിച്ചതുകൊണ്ട്. അങ്ങനെ പറയാനുള്ള ആത്മധൈര്യമുള്ള ഏതെങ്കിലും സർക്കാർ സ്ഥലത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ജേക്കബ് തോമസ് വെള്ളം കുടിച്ചേ ഒക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം മിസ്റ്റർ ജേക്കബ് തോമസ് മിസ്റ്റർ വിൻസെൻ്റ് പോളിനെ പോലെ തന്നെ സത്യസന്ധനായുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിലല്ല, രണ്ടുപേരും സത്യസന്ധന്മാരാണ്. പക്ഷേ അതിനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പറയേണ്ടി വന്നോ അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു, കാണിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അഴകുഴമ്പൻ ചാർജ് അല്ലാതെ ജേക്കബ് തോമസിനെതിരായിട്ട് അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കത്തക്ക രീതിയിലുള്ള വസ്തുതാപരമായ ഒരു ചാർജും നിലനിൽക്കുകയില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതായത് ശ്രീ കുഞ്ഞുമൊയ്തീൻ കുട്ടി, അദ്ദേഹത്തിന് നിയമപരമായി തന്നെ ഇതിനെ ചോദ്യം ചെയ്യാനും മറികടക്കാനുമുള്ള അവസരം അവശേഷിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് റൈറ്റ്. അങ്ങനെ ഒരു സാഹചര്യത്തെ അദ്ദേഹം അത്തരമൊരു സാധ്യത അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും വിജയിക്കുകയും ചെയ്താൽ സ്വാഭാവികമായി സർക്കാരിന് അത് കൂടുതൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ ദോഷമായി ബാധിക്കും. സർക്കാരിൻ്റെ പ്രതിച്ഛായ പോകുന്നതല്ലാതെ ജേക്കബ് തോമസിൻ്റെ പ്രതിച്ഛായ ഉയരുമെന്ന് എനിക്കിപ്പോൾ പറയാൻ ഒക്കുള്ളൂ. സർക്കാരിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സർക്കാരിൻ്റെ നിലനിൽപ്പോ അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായയോ മിസ്റ്റർ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഈ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെ ആവനാഴിക്കകത്ത് ആവശ്യത്തിനുള്ള അമ്പുകളുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയിലും ഉണ്ട്, വലതുപക്ഷത്തിരിക്കുന്നവരുണ്ട്, ഭരണകക്ഷത്തിരിക്കുന്നവരുടെയിലും ആവശ്യത്തിന് ആർക്കിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള അമ്പുകൾ, കൂരമ്പുകൾ എല്ലാവരുടെയും ഇരിപ്പുണ്ട്. ആരും അത് സമയത്ത് ഉപയോഗിക്കുന്നില്ല. ഈ ഓരോന്നോരോന്ന് പതുക്കെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇന്ന് കൊള്ളാം എന്ന് പറയുന്ന നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരെ ഉപദ്രവിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരുടെ കയ്യിലും എല്ലാവരും ഒരുമിച്ച് ഒരേ പൊതുപ്പിനടി കിടന്നവരാ. അവർക്കറിയാം ഇന്നുള്ള കക്ഷിയിൽപ്പെട്ട ആളുകൾ നാളെ പ്രതിപക്ഷത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിലും ഇവിടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാത്ത വകുപ്പുകൾ ഇല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെ നടത്തും എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പൗരബോധമുള്ള ജനങ്ങൾക്കറിയാം. ഇത് നടക്കുന്നത്
ഒരു വാണിയനും വാണിയത്തെയും കൂടെ വഴക്കാം, ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ കുറ്റം പറയുകയല്ല, അവർ തമ്മിലുള്ള വഴക്കാണ് ഇന്ന് നടക്കുന്നതെന്ന് ഒരു നിഷ്പക്ഷമായിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ്. റൈറ്റ്. ശ്രീ വിജയൻ ഉണ്ണി, ശ്രീ ജേക്കബ് തോമസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ രസകരമായ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അദ്ദേഹം കേരളത്തിലെ അഴിമതിയെക്കുറിച്ച് ഒരു പഠനത്തിന്, ഒരു ഗവേഷണത്തിന് അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളുമായി ചേർന്ന് അദ്ദേഹം കേരളത്തിലെ അഴിമതികളെക്കുറിച്ച് ഒരു ഗവേഷണം നടത്താൻ ഒരുങ്ങുന്നു. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായാണ് അത്തരം പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും പല അഴിമതി കഥകളും മാധ്യമങ്ങളും മറ്റും പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ചിത്രം വ്യക്തമാകുന്ന തരത്തിൽ അവസാന ഘട്ടം വരെ ഇതിൻ്റെ അന്വേഷണം എത്തുന്ന നിലയിലേക്ക് ഇത് മാറാത്തതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഗവേഷണത്തിന് അദ്ദേഹം മുതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാമാണോ അഴിമതിയെ നേരിടാൻ ജേക്കബ് തോമസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്റെ മുന്നിലുള്ള ഏക മാർഗം? അതല്ലാതെ ഈ ഉദ്യോഗസ്ഥർ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ മറ്റൊരു തരത്തിലും ഒരു ഉദ്യോഗസ്ഥന് സത്യസന്ധമായി അദ്ദേഹത്തിന്റെ നീതിപൂർവം കൃത്യനിർവഹണം നടത്താൻ സാധിക്കില്ലേ? ഇതില് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതിലെ ആദ്യത്തെ ഉദ്ദേശം, ഇവർക്ക് വളരെ ചുരുങ്ങിയ ഉദ്ദേശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഉദ്ദേശം ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ കാര്യങ്ങളെ തുറന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിനെ ഒരു തടയിടുക എന്നുള്ളതായിരുന്നു. ഇനി ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ഭയം കാരണം അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പരസ്യമായിട്ടുള്ള പ്രസ്താവന വഴി ഉദ്ദേശിച്ചതെന്നർത്ഥം. പക്ഷെ അതുകൊണ്ടും അത് നടക്കാതെ വന്നപ്പോൾ പിന്നെയും കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് വരുന്നത് കണ്ടപ്പോഴാണ് അതിനെ നോട്ടീസ് രൂപത്തിലാക്കി മാറ്റിയത്. അതും ഇതുപോലെ ഒരു ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ചട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉമ്മാക്കി കാണിക്കലാണ് വാസ്തവത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ മാക്സിമം ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നത് ഇതിങ്ങനെ ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാതിരിക്കാനായിട്ടുള്ള ഒരു പാഴ്ശ്രമം നടത്തുക എന്നുള്ളതായിരിക്കണം ഗവൺമെന്റിന്റെ ഉദ്ദേശം. കാരണം ഇതിൽ ചട്ടപ്രകാരവും നിയമപരമായിട്ടും ഒന്നും എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ള പ്രൊസീഡിങ്സേ അല്ല ഇത്. ഇപ്പൊ ഇതിന്റെ വാസ്തവത്തിൽ അഭിപ്രായം വന്നിരിക്കുന്നവരെല്ലാം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നർത്ഥം. ശ്രീ PM സുരേഷ് ബാബു അദ്ദേഹം വളരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അന്തത്തോടും മാന്യതയോടും കൂടിയിട്ട് ഇടപെടുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് ഇത്തരം കാര്യത്തിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി പ്രതിനിധിയും വക്താവുമായതുകൊണ്ട് അദ്ദേഹത്തിന് പല പരിമിതികളുമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ സാധാരണ നിലയ്ക്ക് ന്യായീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷെ അത് മറ്റൊരു കാര്യം. അദ്ദേഹം എന്നിട്ട് പോലും വളരെ റിസ്ട്രെയിന്റ് പാലിച്ചുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതും പറയുന്നതെന്ന് അർത്ഥം. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഇതില് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ദിവസം കഴിയുന്തോറും ഇവിടെ വാസ്തവത്തില് കാലം കഴിയുന്തോറും രാഷ്ട്രീയ തലത്തിൽ ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ ആർജവവും സത്യസന്ധതയും കുറഞ്ഞു വരികയാണ്. അത് ജനങ്ങളത് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. കാര്യക്ഷമമായ ഭരണത്തിൽ സ്വാഭാവികമായിട്ടും അഴിമതിയും സ്വജനപക്ഷപാതവും വരുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞു പോകും. എന്തെല്ലാം പദ്ധതികളുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നാലും അതിന്റെ ഗുണഫലങ്ങൾ കുറഞ്ഞു ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ അഴിമതിക്കും ക്രമക്കേടുകൾക്കും എതിരായിട്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ട് എല്ലാ ഭാഗത്തു നിന്നും പ്രവർത്തനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. 5 കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റിനെ മാറ്റാം എന്നുള്ളത് മാത്രം പോരാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദൈനംദിന അടിസ്ഥാനത്തിൽ ജനങ്ങളും എല്ലാവരും ജാഗരൂകരായിരുന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭാവിക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ നിയമപരമായി ഈ സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ജേക്കബ് തോമസ് മുതിർന്നാൽ അദ്ദേഹം ആ വഴി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അതുവഴി വിജയിക്കാൻ ആവുകയും ചെയ്താൽ സ്വാഭാവികമായി സർക്കാർ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും സംശയിക്കപ്പെടും. ഒരു ആപേക്ഷികമായ ഒരു ചോദ്യത്തിന് ഞാൻ എന്തിനാ മറുപടി പറയുന്നത് ഗോപീഷൻ? അതൊരു ആപേക്ഷികമാണല്ലോ.
ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമുണ്ട്. ശ്രീ ജേക്കബ് തോമസിന് അദ്ദേഹത്തിന്റെ ഭാഗമാണ് ശരിയെന്ന് ബോധ്യമുണ്ട്. അല്ല, അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുത്താമായിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുത്താമായിരുന്നു, ഇന്ന കാര്യങ്ങൾക്ക് എന്ന് വ്യക്തമായ ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കാമായിരുന്നു. അത്രയൊന്നും അകലെയല്ലല്ലോ സർക്കാരിനെ സംബന്ധിച്ച് ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ. അല്ല, ഞാനതിനകത്ത് നിയമപരമായ ഒരു വശം നിങ്ങളുടെ മുമ്പ് പറയാം. ഈ ഒരു നോട്ടീസ് കൊടുത്തു. ഈ നോട്ടീസിനകത്ത് എന്ത് പറയണമെന്ന് അനുശാസിക്കുന്ന ഒരു ചട്ടം ഒരിടത്തുമില്ല. കാരണം കാണിക്കൽ നോട്ടീസിനകത്ത് എന്ത് പരാമർശിക്കണം എന്നുള്ളത് ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഒപ്പുവെക്കുന്ന ഉദ്യോഗസ്ഥന്റെ പ്രൊറഗേറ്റീവാണ്. അത് കയ്യിൽ കിട്ടുന്ന ആൾക്ക് ഈ നോട്ടീസ് നിയമപരമായി നിലനിൽക്കത്തക്കതല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത്തരമൊരു മറുപടി മതി. താങ്കൾ എനിക്ക് അയച്ച നോട്ടീസ് എനിക്ക് കൈപ്പറ്റി, അത് നിയമപരമായി നിലനിൽക്കത്തക്കതല്ലാത്തതുകൊണ്ട് ഞാൻ ആ നോട്ടീസിന് വസ്തുതാപരമായ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിയമപരമായി നിലനിൽക്കാത്ത നോട്ടീസ് മറുപടി നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലക്കൊരു മറുപടി കൊടുത്താൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ചെയ്ത ഉദ്യോഗസ്ഥനോ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ ആ മറുപടി തള്ളിക്കളയാം. അങ്ങനെ മറുപടി തള്ളിക്കളയുന്ന സാഹചര്യം വന്നാൽ ഒന്നുകിൽ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു എൻക്വയറി കമ്മീഷനെ വെക്കാം. എൻക്വയറി കമ്മീഷനെ വെക്കുമ്പോൾ ഇന്ന ചാർജ് ഷീറ്റ്, ഒരു ചാർജ് മെമ്മോ ആണ് കൊടുക്കുക. ആ ചാർജ് മെമ്മോവിനകത്ത് ചാർജ് ഷീറ്റ് ഉണ്ടാകും. ചാർജ് മെമ്മോക്കകത്തിന് വിശദീകരണം ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കും. ഇതെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനോട് ഈ തെളിവെടുപ്പിന് ഹാജരാകാൻ പറയും. അത് കൊടുക്കുന്ന തെളിവെടുപ്പ് ഹാജരാകാൻ പറയുന്നത് ഏത് ഉദ്യോഗസ്ഥനെയാണോ അല്ലെങ്കിൽ ഏതാളെയാണോ എൻക്വയറി കമ്മീഷണറായി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരാണ് ഇത് നോട്ടീസ് കൊടുക്കുക. അങ്ങനെ അവരുടെ മുമ്പിൽ ക്രോസ് എക്സാമിനേഷനും വിശദീകരണത്തിനും എല്ലാം സമയമുണ്ട്. എന്നിട്ട് ആ എൻക്വയറി കമ്മീഷണർ എന്ത് നിഗമനത്തിലെത്തുന്നോ ആ നിഗമനം ഗവൺമെന്റിലേക്ക് കൊടുക്കും, ശുപാർശയായി കൊടുക്കും. അത് സ്വീകരിക്കുകയും തള്ളിക്കളിയും ഒക്കെ ചെയ്യാം. ഇതിനിടയിലെല്ലാം തന്നെ ആദ്യം മുതൽ തന്നെ ഈ നോട്ടീസ് കിട്ടിയ ഉദ്യോഗസ്ഥന് നിയമപരമായി കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം സുതാര്യമാണ്. നോട്ടീസിനകത്തുള്ള വിശദീകരണങ്ങൾ എന്തൊക്കെ വേണം, എല്ലാ ട്രംപ് കാർഡും എടുത്ത് ഒരിക്കലും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന്റെ എതിരാളിയുടെ മുമ്പിൽ അത് കൊടുക്കില്ല. അതൊക്കെ എം വി ജയരാജൻ, ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ശ്രീ എം വി ജയരാജൻ, താങ്കളുടെ പ്രതികരണം കൂടി. അല്ല, ഇവിടെ സുരേഷ് ബാബു പറയുന്നത് പോലെ നോട്ടീസ് പോലും കൊടുക്കേണ്ടതില്ലാത്ത ഒരു വിഷയമാണിത്. അതാണ് അടിസ്ഥാന പ്രശ്നം. ഇതിനേക്കാൾ മുമ്പ് നോട്ടീസ് കൊടുക്കേണ്ട ഒന്നായിരുന്നല്ലോ പരസ്യമായി ചീഫ് സെക്രട്ടറി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായി ദേശീയ ഗെയിംസിന്റെ സമയത്ത് നടത്തിയ പരാമർശം. എന്നിട്ട് ക്യാബിനറ്റിൽ ഒരു ചർച്ച വന്നല്ലോ, അത് മാധ്യമങ്ങൾ കൊടുത്തല്ലോ. ചീഫ് സെക്രട്ടറി സൂപ്പർ മന്ത്രിയായി ചമയുന്നു. ഇതിനെക്കുറിച്ച് വലിയ വിവാദം നടന്നല്ലോ. അന്ന് ഒരു നോട്ടീസ് കൊടുത്തോ? DGP സെൻകുമാർ പരസ്യമായി എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് പറയാൻ ഒരു ഉദ്യോഗസ്ഥ മേധാവിക്ക് ആഭ്യന്തരമന്ത്രിയേക്കാൾ അധികാരമുണ്ടോ? ഒരു നോട്ടീസും കൊടുത്തില്ലല്ലോ. ജേക്കബ് തോമസ് വന്നത് എൻ്റെ മുമ്പിലുണ്ട്. അഴിമതി പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയതിനാലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജീവിതത്തിൽ എല്ലാ കാലത്തും അഴിമതിക്കെതിരെ നിലകൊണ്ടിട്ടുണ്ട്. ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ അഴിമതിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു മനുഷ്യൻ, അഴിമതിക്കെതിരായി സത്യസന്ധമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ നോട്ടീസിലൂടെ. തങ്ങൾക്ക് വഴങ്ങണമെന്ന്. എന്തിനാ ഈ ഭീഷണി? ഇതാവശ്യമുണ്ടോ? അപ്പോൾ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ നിയമപരമായി പാടില്ലാത്തൊരു കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടുകയാണ്. അതാണ് UDF ഗവൺമെന്റ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. വളരെയധികം നന്ദി ശ്രീ എം വി ജയരാജൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ M വിജയൻ ഉണ്ണി, ശ്രീ കുഞ്ഞു മൊയ്തീൻ കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.